ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ബി.ഫാം ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ 22-26 ബാച്ചാണ്. അതായത് 2017 സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ബാച്ചാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങളുടെ ബാച്ച് അനുസരിച്ച് വരുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ 4 സബ്ജക്റ്റ്, സെക്കൻഡ് സെമസ്റ്ററിലും 4 സബ്ജക്റ്റ്, അങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ കയറാൻ പോകുന്നത്. കാരണം ഇപ്പോൾ കീമിൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഇപ്പം അഡ്മിഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇപ്പോൾ കയറുന്ന ബി.ഫാം ബാച്ചിന് പുതിയ മോഡിഫിക്കേഷൻ, മൊത്തത്തിൽ സിലബസിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ട് എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ടോ, അതോ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പം അതനുസരിച്ച് പുതിയ ബാച്ച് അങ്ങനെ ആയിരിക്കും. ഇപ്പം നിലവിലുള്ള ബി.ഫാം ബാച്ചിൻ്റെ അല്ലെങ്കിൽ ബി.ഫാം ബാച്ചസുകളുടെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 4 മെയിൻ സബ്ജക്ട്സുകളാണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി 1, ഫാർമസ്യൂട്ടിക്സ് 1, പിന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഓർഗാനിക് കെമിസ്ട്രി. തിയറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടിക്കലും, അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാനിടാം. പിന്നെ 2 എക്സ്ട്രാ സബ്ജക്ട്സുകൾ, അതായത് റെമഡിയൽ സയൻസോ മാത്സോ അങ്ങനെ എന്തൊരു സബ്ജക്റ്റും, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, ഇങ്ങനെ 2 എക്സ്ട്രാ സബ്ജക്ട്സ് കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി പറയുന്ന പോലെ നമ്മുടെ ബേസ് സബ്ജക്റ്റാണ്. നമ്മളവിടെ നമ്മുടെ ശരീരത്തിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കലിയുള്ള പല അനാലിസിസുകളും അതിൻ്റെ ഒരു ജസ്റ്റ് ബേസാണ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിക്കുന്നത്. ഇൻഓർഗാനിക് കെമിസ്ട്രി അതുപോലെ തന്നെയാണ്. നമ്മൾ പല ടെസ്റ്റുകളെ പറ്റി അങ്ങനെയൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ പിന്നെ ഫാർമസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി.ഫാമിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫാർമസ്യൂട്ടിക്സ്. അതിൻ്റെ അണ്ടറിലാണ് ഈ പോകുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പം ഫാർമസ്യൂട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, കാര്യങ്ങൾ, ഓരോ ഫോർമുലേഷൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഫാർമസ്യൂട്ടിക്സ് 1 വരുന്നത്. ഫാർമസ്യൂട്ടിക്സ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അത് അങ്ങറ്റം 8th സെമസ്റ്റർ വരെ നമുക്ക് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഫാർമസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അതിൻ്റെ ബേസ് മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽസും വരും. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പം അവിടെ തന്നെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ ബാക്കി സെക്കൻഡ് പാർട്ട്, പിന്നെ അവിടെ എക്സ്ട്രാ വരുന്നതാണ് ബയോ കെമിസ്ട്രി പഠിക്കാനുണ്ട്. അതുപോലെ പാത്തോഫിസിയോളജി മെയിൻ സബ്ജക്റ്റാണ് പാത്തോഫിസിയോളജി. പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി. ഈ 4 സബ്ജക്റ്റാണ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യത്തിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സിലബസിലുള്ള സബ്ജക്റ്റുകളാണ്. പക്ഷേ ഇപ്പം എന്തൊക്കെയോ ചേഞ്ചസ് നമ്മുടെ സിലബസ് ടോട്ടലി ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ്, എക്സ്ട്രാ സബ്ജക്റ്റുകൾ, അതുപോലെ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിലവിൽ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത്. സോ ബൈ ഗൈസ്.